ദുരന്തമുഖത്ത് ബാക്കിയായവർക്ക് ഭക്ഷണ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ചൂരൽമലയിൽ ഒന്നാം തീയതി തന്നെ 2 റേഷൻ ഷോപ്പുകളാണ് തുറന്ന് പ്രവർത്തിച്ചത്. ഇന്നലെ മാത്രമാണ് ഈ ഷോപ്പിൽ 2 പേർ വന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിയത്. ദുരന്തത്തിന് ശേഷം ചൂരൽമലയിൽ 31-ാം തീയതി തന്നെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിച്ചു. എന്നാൽ ഇതുവരെ ഒരാൾ പോലും റേഷൻ വാങ്ങാൻ എത്തിയിട്ടില്ല. ഇന്ന് ആദ്യമായി വന്ന ആളാണ് ഈ കാണുന്നത്. നമുക്ക് റേഷൻ കട ഉടമയോട് കാര്യങ്ങൾ ചോദിക്കാം. ഏട്ടാ, 31-ാം തീയതി കട തുറന്നിരുന്നു അല്ലേ? നമ്മളവിടെയുള്ള കട 31-ാം തീയതി ഇവിടെ പുനരാരംഭിച്ചു. നമുക്ക് കഴിഞ്ഞ മാസത്തെ വിതരണത്തിന് സർക്കാർ 2-ാം തീയതി വരെ സമയം തന്നിരുന്നു. അത് കഴിഞ്ഞിട്ടും ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഈപ്പോ സെൻറ്റർ അല്ലാതെ മാനുവലായിട്ട് കൊടുക്കാൻ മന്ത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനും ആരും അന്വേഷിച്ച് വന്നില്ല. ഇന്നൊരാൾ കഴിഞ്ഞ മാസത്തെ അരി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വന്നു. അയാൾ ഈ മാസം റേഷൻ വാങ്ങുമ്പോൾ കൂടുതൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ ആദ്യമായിട്ട് ഇപ്പോൾ ഈ 5-ാം തീയതിയാണ് നമ്മളെ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. 5-ാം തീയതി ഇത് നമ്മളെ ഇപ്പോൾ ബേലിപ്പാലുള്ളത് കടേൻ്റെ ഉമ്മരത്താണ് ഉള്ളത്. ആ ബേലിപ്പാലം സ്ഥാപിച്ചിട്ടുള്ളത് കടേൻ്റെ ഉമ്മരത്താണ്. തൊട്ട് പുറകിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നീല ദാർപ്പായൊക്കെ വെച്ച് മറച്ചു വെച്ചിട്ടുള്ളത്. കട പിന്നെ കെട്ടിടത്തിന് കുറച്ച് ഭാഗികമായ കേടേ ഉള്ളൂ. സാധനങ്ങൾ കംപ്ലീറ്റ് ചെളിയും വെള്ളവും അടിച്ച് കയറിയത് കാരണം പിന്നെ അവിടെയുള്ള സ്റ്റോക്ക് കംപ്ലീറ്റ് ഇതൊക്കെ പുതിയ സ്റ്റോക്കാണോ? ഇവിടെ ഉള്ളത് ഇവിടെ ഇത് തുടങ്ങുന്ന അന്ന് 60 കിൻഡൽ വെച്ച് 2 കടക്കും ഫ്രഷ് സ്റ്റോക്ക് കൊണ്ടുതന്നാണ്. പിന്നെ ആദ്യമായിട്ട് ഒരാൾ ഇപ്പോൾ ഈ മാസത്തെ എൻട്രീസിൽ ഫസ്റ്റത്തെ ആൾ ഇപ്പോൾ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് അവിടെയുള്ള നമ്മളെ മെഷീനറീസ് അതുപോലെ നമ്മളെ മേശ ഫർണിച്ചർ സാധനങ്ങൾ മൊത്തം നശിച്ചു പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു മെഷീൻ അവിടെ മേടിച്ച് സ്ഥാപിച്ച് വെച്ചാണ്. അത് ഇന്ന് കൊണ്ടു തന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ പൈസ വരെ കൊടുത്തിട്ടുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. 2 കടകളാണ് ചൂരൽമലയിലുള്ളത്. ഒന്നാമത്തെ കടയിലെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. എന്റെ പേരെന്താ? സലാംക്ക് പങ്കുവച്ചത് ഒന്നാമത്തെ കടയുടെ വിശേഷങ്ങളാണ്. 2 കടകളാണ് ചൂരൽമലയിൽ, റേഷൻ കടകളാണ് ചൂരൽമലയിൽ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കട ഉടമയോട് കാര്യങ്ങൾ ചോദിക്കാം. എന്റെ പേരെന്താ? എൻ്റെ പേര് മനോജാണ്. നേരത്തെ കട ഇവിടെ തന്നെയായിരുന്നോ? നേരത്തെ ഇവിടെയല്ല, നമ്മളെ പ്രളയം ഇപ്പോൾ ഉരുൾപൊട്ടിയില്ലേ, ആ ടൗണിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ അടിയന്തരമായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. കടയൊക്കെ പോയോ? കടയും പോയി. അതിൻ്റെ സ്റ്റോക്ക് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെള്ളം കയറി നശിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പോയിട്ടുണ്ട്. എപ്പോഴാണ് ഇത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി? ഇത് നമ്മൾ 30-ാം തീയതി ആണ്. ഇത് മന്ത്രിയെല്ലാം വന്നിട്ട് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് പുള്ളി സാർ വന്ന് ഇവിടെ ചെയ്തു തന്നെ നമുക്ക്. അന്ന് മുതൽ ആളുകൾ ഇതുവരെയായിട്ട് അങ്ങനെ വരാനായിട്ടില്ല. ക്യാമ്പുകളിലാണ് പൂർണ്ണമായിട്ട്. എനിക്ക് വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ റോഡ്, അതായത് ചൂരൽമലയുടെ സ്കൂൾ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതൽ കാർഡുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുണ്ടക്കായ് എന്ന പ്രദേശമാണ്. പിന്നെ അവിടെ നിന്നാണ് ആളുകൾ കൂടുതൽ നമുക്കുള്ളത്. പിന്നെ ഇപ്പോൾ കുറഞ്ഞ ഭാഗമുള്ളൂ നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതിലിപ്പോൾ ഏറി വന്നാലേ നമുക്കൊരു 150 കുടുംബം ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ 2 റേഷൻ കടയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഞങ്ങളെ റേഷൻ കട എന്ന് പറഞ്ഞാൽ മുണ്ടക്കായ്, പുത്തുമല, അട്ടമല, ചൂരൽമല 4 എസ്റ്റേറ്റ് ഡിവിഷനാണ്. സെൻറ്റ് ആൻഡ്രൂ എസ്റ്റേറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ കണക്കാക്കിയിട്ടാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നിലവിലിപ്പോൾ നമ്മളെ ഈ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു 2 പ്രദേശം ഇല്ലാതായി. ശരിക്കും നമ്മളെ 2 ഷോപ്പിലും കൂടിയിട്ട് ഒരു 1500 കാർഡായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ കാർഡ് ഉടമകൾ എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 1000 കാർഡ് ഉടമകൾ നമുക്ക് നഷ്ടപ്പെടും. എന്താ വെച്ചാൽ മുണ്ടക്കായ് തന്നെ ഒരുപാട് ആളുകൾ പോയി. ഭൂരിപക്ഷം ആളുകൾ മുണ്ടക്കായ് ആയിരുന്നു. പിന്നെ അതിനുശേഷം സ്കൂൾ റോഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്, അതും ഏകദേശം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് HMLൻ്റെ ഭൂമിയാണ് ഇവിടെ കൂടുതലുള്ളത്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആളുകൾ 5 സെൻറ്റ് 10 സെൻറ്റും ആയിട്ട് വാങ്ങിച്ചിട്ട് എസ്റ്റേറ്റ് തൊഴിലാളികൾ വീട് വെച്ചതാണ് മുണ്ടക്കായ് എന്ന് പറയുന്ന പ്രദേശം. അതുപോലെ തന്നെ ചൂരൽമല സ്കൂൾ റോഡ് എന്ന് പറയുന്ന പ്രദേശം. ആ 2 പ്രദേശമാണ് ശരിക്കും ഞങ്ങൾ ചൂരൽമലയുടെ ഹൃദയത്തിലേക്ക് വരുന്ന ആളുകൾ താമസിച്ചിരുന്നത്. ബാക്കിയുള്ള ലൈൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. ലൈൻസിൽ ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഗവൺമെൻറ് കൊടുക്കുന്ന ഈ ഓരോ സ്കീം പ്രകാരം വീടുകൾ വെച്ച് താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം വരുന്ന ആളുകൾ കംപ്ലീറ്റ് ഈ പറയുന്ന ചൂരൽമലയും ഈ പറയുന്ന ഉരുൾപൊട്ടിയ മുണ്ടക്കായ്, പുഞ്ചിരിമട്ടം അവിടുന്ന് വരുന്ന ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കട തുറന്നിട്ട് ഇന്നത്തേക്ക് നമ്മളൊരു 5-8 ദിവസമായി. എന്നിരുന്നാൽ പോലും നമുക്ക് ആളുകൾ ഇതുവരെയായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് കാർഡ് ഇന്ന് പുതുതായി വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്. നമ്മൾ അതുപോലെ തന്നെ TSO DSO എല്ലാം വന്നിരുന്നു. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അന്ന് തന്നെ കാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആളുകൾ വന്നിട്ടുണ്ടോ?
ഇന്നിപ്പോൾ 2 ആളുകൾ വന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. അവർക്കിപ്പോൾ റേഷൻ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധനങ്ങളെല്ലാം ഉണ്ട്. സാധനം അന്ന് അടിയന്തരമായിട്ട് തന്നെ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ മണ്ണെണ്ണയായാലും അരി, ഗോതമ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇപ്പോൾ ഉണ്ട്. നിലവിലിവിടെ സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് അവൈലബിൾ ആണ് നമുക്ക്. പക്ഷെ ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം. 1500 കാർഡുകളുണ്ട്. ഈ കുടുംബങ്ങൾ പൂർണ്ണമായിട്ടും ഈ ക്യാമ്പിൽ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം കുറേ ആളുകൾക്ക് റേഷൻ വാങ്ങിക്കാനുള്ളൊരു സംവിധാനമല്ല. അതിലൊരു കാർഡ് ഉടമയാണ് അങ്ങേര് പുള്ളി രവി സുപ്രേസ് എന്ന് പറയും. അങ്ങനെ പല ആളുകളും കഴിഞ്ഞ മാസം റേഷൻ മേടിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ക്യാമ്പുകളിൽ പോയിരുന്നു. ക്യാമ്പുകളിലൊക്കെ സന്ദർശിച്ചിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പോയി. ഞാൻ മുണ്ടക്കൈ ഡിവിഷനിൽ സൂപ്പർവൈസറാണ്. എൻ്റെ വർക്കേഴ്സ് കംപ്ലീറ്റ് ഒരുവിധം ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഒലിച്ചു പോയി. നിങ്ങളെവിടെ താമസം? ഞാൻ താമസം ചുരൽമല. എനിക്ക് ജോലി മുണ്ടക്കായി. വീടിന് ഒന്നും ഇല്ലല്ലോ. എൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന എസ്റ്റേറ്റിലെ ഒരുപാട് എൻ്റെ തൊഴിലാളികൾ നഷ്ടപ്പെട്ടു. ഈ മാസം എപ്പോഴും ഞാൻ ഒരു 20-ാം തീയതി ആകുമ്പോൾ വാങ്ങണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളായിരുന്നു. അന്ന് നല്ല മഴ കാരണം നീണ്ടു പോയി. പിന്നെ മാസം ലാസ്റ്റ് വാങ്ങാൻ പറയുമ്പോഴേക്കും ഉരുള് പൊട്ടിപ്പോയി. അതിൻ്റെ ശേഷം വാങ്ങാൻ പറ്റിയില്ല. അതാണ് ഇന്ന് വന്നത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് 2 റേഷൻ കടകളുടെയും അവസ്ഥ. ആളുകൾ 1500 റേഷൻ കാർഡുള്ള കടയാണിത്. ഇതുവരെ 2 പേർ മാത്രമാണ് എത്തിയത്. അതിൽ തന്നെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഭൂരിഭാഗവും ക്യാമ്പിലാണ് കഴിയുന്നത്. ബാക്കിയുള്ള ചിലരാണ് ഇപ്പോൾ റേഷൻ കടയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ചുരൽമലയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.